നമസ്കാരം, പെറ്റ് ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും നല്ലൊരു അടിപൊളി പ്രാവ് ബ്രീഡറുടെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് സെന്തിലാണ്ട് PGN ലോഫ്റ്റിലെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെന്തിലാണ് നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് ആളുടെ ലോഫ്റ്റിലെ വിശേഷങ്ങൾ കാണാം. നമസ്കാരമുണ്ട്. എൻ്റെ പേര് സെന്തിലാണ്. തമിഴ്നാട് സ്വദേശിയാണ്. സ്വന്തം ഊര് തേനി മാവട്ടം കമ്പം. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയാണ് എൻ്റെ ഇത്. ഇപ്പോൾ ഒരു 30 കൊല്ലമായി ഇവിടെ വന്നിട്ട്. 30 കൊല്ലമായി. പ്രാവിൻ്റെ ഭയങ്കര ഒരു സ്നേഹമുള്ള ആളാണ്. ഒരുപാട് ഐറ്റംസ് മേടിക്കാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു മീഡിയത്തിലാണ് ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. മീഡിയം എന്ന് വെച്ചാൽ ഒരു 3000-ൻ്റെ അങ്ങനെ റേഞ്ചിലുള്ള പ്രാവ് വെച്ചിരിക്കുന്നത്. സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമുക്ക് മറൈന പ്രാവാണ് എൻ്റെ കയ്യിലുള്ളത്. കേരളത്തിലില്ലാത്ത പ്രാവെന്ന് പറഞ്ഞാൽ ഇതാണ് റോളർ, ഗ്രൗണ്ട് റോളർ എന്ന് പറയാം. അതിൻ്റെ പേര് ലോട്ടനാണ്, ലോട്ടൻ അങ്ങനെയാണ് പറയുന്നത്. ബാക്കിയുള്ള ഐറ്റം ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. 10 ഉണ്ട്, ഒരു 10 വെറൈറ്റി ഉണ്ട്. 10 വെറൈറ്റി ചെയ്തിട്ടില്ലേ? നമുക്ക് ഏതൊക്കെയാന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. കിപ്പിയുണ്ട്, മുഗിയുണ്ട്, ഫാൻഡയിലുണ്ട്, ഇംഗ്ലീഷ് മേപ്പുണ്ട്, പിന്നെ ലാർക്ക ഉണ്ട്, അങ്ങനെ സൈൻസ് ഉണ്ട്, സാറ്റിനുണ്ട്, അങ്ങനെ ചെറുതായിട്ട് റിംഗ് ഉണ്ട്, അങ്ങനെ പിന്നെ ആഫ്രിക്കൻ ലവ് ബേർഡ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. ഒരു 8 ജോഡി വരെ ഉണ്ട്. 8 ജോഡി ഉണ്ടല്ലോ. ഓക്കെ. ഇതിപ്പോൾ ഇവിടെ കോളനി സിസ്റ്റം ആണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ കേജ് ആയിരുന്നു. അത് എനിക്ക് നോക്കാത്തൊരു പാടായിരുന്നു. കോളനി ആകുമ്പോൾ നല്ല ഒരു സൗകര്യം ഉണ്ടായിരുന്നു. പുറത്ത് പ്രാവ് എടുക്കാണ്ട് വളർത്താനെങ്കിൽ നല്ല ഇതാണ് കോളനി സിസ്റ്റം. എനിക്ക് കണ്ടമാനം കുട്ടിയിൽ പറ്റിയതാണ്. ഇപ്പം അടുത്ത് ഒരു 200 പീസ് വരെ കൊടുത്തതാണ് ഈ മുഗിയൊക്കെ. അപ്പോൾ നല്ല ഒരു ഇതാണ്. എനിക്ക് ഈ മുഗി വളർത്താനുള്ള ഇഷ്ടമാണ് ആയി. അപ്പോൾ കൊടുത്തു. ഇനി കുറച്ചുള്ളൂ പ്രാവുകൾ. അപ്പോൾ നമുക്കിനി ഓരോരുത്തരും പരിചയപ്പെടാല്ലേ? ഓക്കെ. ഇതേതാ പ്രാവ് തന്നെ ഉണ്ടാവും. ഉണ്ടാവില്ല. ഇതിപ്പോൾ
ചിക്സ് ആണോ അല്ലെങ്കിൽ എഗ്ഗിംബ്രെ? കറക്റ്റ് പേരാണ്. മുട്ടയിട്ട് കുഞ്ഞ് തട്ടിപ്പോയി. ഓക്കെ. ഇതിപ്പോ ഒരു ഇത് ഉണ്ടാവും. ഇപ്പോൾ ഒരെണ്ണുള്ളൂ എന്നാണല്ലോ, ഒരു പേര് മാത്രമേ ഉള്ളൂ എന്നാണല്ലോ. പേരുള്ളൂ. പിന്നെ കുമരി എന്ന് പറഞ്ഞ സാധനം ഒരു സിംഗിൾ ഉണ്ടല്ലേ. മേടിച്ച വർഷം വന്ന് മുട്ടയിട്ടു. ബ്രീഡിംഗ് സെറ്റ് തന്നെ എടുത്തല്ലേ? ഇപ്പൊ അടുത്തേക്ക് ഇങ്ങനെ റെഡി ആയിട്ട് അടുത്തത് റെഡിയായി. നല്ല ഇണക്കമുള്ളതാണ് ഇത്. ചിലത് പേടിക്കും, ഇത് പേടിയില്ല. അഴിച്ചിട്ടാൽ പുറത്ത് പോയി അകത്ത് കയറാനുള്ള ഒരിതുണ്ട്. രംഗളെ ചാടി പിടിച്ച് പോകും. ഇതിപ്പോൾ അടുത്ത് നമ്മൾ ആളെ കോളനി സിസ്റ്റമാണ് ചെയ്തത്. അപ്പോൾ 3 കോളനി ആയിട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരും പ്രാവുകൾ നമുക്ക് പരിചയപ്പെടാം. ഇതിപ്പോൾ മുഗിയുടെ ഒരുപാട് കളക്ഷൻ ഉണ്ടല്ലേ? ബാർ ടൈപ്പ്, കോഫി ബാർ, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്. ചോക്ലേറ്റ് മറ്റേ സാൻഡൽ എന്ന് പറയാൻ പറ്റില്ല, ഗോൾഡ് കോപ്പി. ഇതിലിപ്പോൾ മുഖിയൊക്കെ ഇപ്പോൾ കൊടുക്കാനുണ്ട് നമ്മുടെ ഇതിലിപ്പോൾ ഉണ്ട്. പക്ഷേ കുട്ടിയിലാണ് ഇത്. അത് കാണുന്ന കുഞ്ഞാണ് ഇത്. ഈ കുഞ്ഞൊക്കെ കൊടുക്കാനുള്ളതാണ്. സിൽവറാണ്. ഇതിപ്പോൾ എത്ര റേറ്റ് പറഞ്ഞേ? ഈ കുഞ്ഞാണെങ്കിൽ മാർക്ക് ഉണ്ടെങ്കിൽ ഒരു 1500 ഇങ്ങനെ വെച്ച് കൊടുക്കും ഞാൻ. മാർക്ക് ഉണ്ടെങ്കിൽ മാർക്ക് ഔട്ട് ആണെങ്കിൽ വില കുറച്ച് കൊടുക്കും, റേറ്റ് കുറച്ച് കൊടുക്കില്ലേ? ഒരു 1000 അങ്ങനെയൊക്കെ. അങ്ങനെയല്ലേ? ഇതിപ്പോൾ മുഖിയുടെ കുറച്ച് ചിക്സൊക്കെ ഇത് കൊടുക്കാനുള്ളതാണ്. കാണുന്ന രണ്ടും അടുത്ത് വയ്ക്കുന്നതാണ് പാരൻസ്. അച്ഛൻ പാരൻസ് നല്ല മാർക്കിംഗ് ഉള്ള പാരൻസ് ആണല്ലേ? കുട്ടിയിൽ ഇറങ്ങുന്നതൊക്കെ കണ്ട നല്ല കുട്ടിയിലൊക്കെ കിട്ടുന്നത്. ഓക്കെ ഓക്കെ. ബാർ ടൈപ്പ് ഒക്കെ കിട്ടും. പിന്നെ ഇവിടെ ഫാൻഡേലുണ്ട്. ചോക്ലേറ്റ് ബാർ എന്ന് പറയാം അതിന്. ചോക്ലേറ്റ് ബാറിൽ കുട്ടിയാണത്. ചിക്സ് ആണല്ലേ? ഇതിപ്പോൾ കൊടുക്കാനുള്ളതാണോ? കുട്ടി സിംഗിൾ ആണത്. സിംഗിൾ ഉള്ളൂ അല്ലേ? ഇതിപ്പോൾ എത്ര റേറ്റ് വരുന്നത്? ഇതാണെങ്കിൽ ഒരു 1000-നൊക്കെ. ഞാൻ ഇപ്പോൾ അടുത്ത് ഇതിന്റെ മൂത്തത് 2000 കൊടുത്തത്. ഇതിന് മുന്നിറങ്ങിയത് തന്നെ. ഓക്കെ ഓക്കെ. അവർ കൊണ്ടുപോയി ദിവസം മുട്ടയിട്ടിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഏകദേശം മുട്ടിടാറായ അല്ല, അത് ഒരു 4 കല്ലി അങ്ങനെ ആയിട്ടുള്ളൂ. 4 കല്ലി ആയിട്ടുള്ളൂ. സിംഗിൾ ആയി പോയി. ബ്ലാക്ക് കുറെ മുഖിയുണ്ടല്ലേ? ബ്ലാക്ക് ഉണ്ട്. അതിൽ ഞാൻ ഇപ്പോൾ കുറേ ഉണ്ടായത് കൊടുത്തതാണ്. അപ്പോൾ നല്ല സേക്കിങ്ങും കാര്യങ്ങളും ഉള്ളതൊക്കെ നിർത്തി വെച്ചിരിക്കാം. നിർത്തിയേക്കാണല്ലേ? ഞാൻ അതിന്റെ കുട്ടികളായ കൊടുക്കും. നമുക്ക് കൊടുത്താൽ കുട്ടികൾ ബ്ലാക്കിനൊക്കെ കൊടുക്കാണ്ടല്ലേ? കൊടുക്കാനുണ്ട്. കുട്ടികളായി വരുന്നുണ്ട്. ഇത് പറഞ്ഞ സുഭാഷ് സിംഗിളായി പോയി. അതിന്റെ പാരൻസ് ഞാൻ കൊടുത്തു. ഇതിപ്പോ മെയിലാണോ ഫീമെയിൽ? കൺഫേം ഫീമെയിലാണ്. ഇത് കൊടുക്കാനുള്ളതാണോ? അത് ഫീമെയിലാണ്. ഒരെണ്ണല്ലോ. ഞാൻ ഒരു മേല് മേടിക്കാനുള്ള ഉദ്ദേശത്തില്ല. അങ്ങനെയുള്ള നിർത്താനുള്ള പരിപാടിയാണല്ലേ? സുഭാഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മുടെ ഇന്ത്യൻ ബ്രൗണാ പറയുന്നത്. ഇന്ത്യൻ ബ്രീഡാണല്ലോ സുഭാഷ്. ഒരുപാട് ഇന്ത്യൻ ആയിട്ട് ചില ആൾക്കാർ നടക്കുന്നുണ്ട്. ഇന്ത്യൻ ബ്രീഡ് മാത്രം ചെയ്യണ കുറച്ച്. പിന്നെ റെഡ് കളർ ഉണ്ടല്ലോ മറ്റേ. റെഡ് മെയിലാണ്. അതിനിറങ്ങുന്നതാണ് ഈ ഗോൾഡ് കോപ്പി ഇങ്ങനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കളർ കിട്ടുന്നുണ്ട്. ബാറ്, ആ ബാറും റെഡ് ആയിട്ടപ്പോ കിടക്കണേ. നേരത്തെ റെഡ് വൈറ്റിന്റെ കൂടെ കിടന്നു. ഞാൻ പൊട്ടിച്ച് ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. ഹിപ്പി പറഞ്ഞിട്ടുണ്ടല്ലോ. ഹിപ്പിയില് 2 ജോഡി ഉണ്ട്. 2 ജോഡിയിൽ കിടക്കണ്ടല്ലോ. ഇതിപ്പോ ബ്രീഡിംഗ് സെറ്റ് ആണോ? ബ്രീഡിംഗ് സെറ്റ് ആണ്. കുട്ടി ഇപ്പൊ അടുത്താ കൊടുത്ത ഞാൻ. കുട്ടി കൊടുത്തല്ലോ. ഇപ്പൊ ഒരു കപ്പിനെ ഇപ്പൊ കുട്ടി ഉണ്ടായിരിക്കുന്നു. സീറ കല്യാണം. അത് ബ്ലാക്ക് കിട്ടിയിരിക്കുന്നു. ഒരുപാട് കുട്ടിയില്ല എനിക്ക് കിട്ടിയതാ. ഹിപ്പിയില് നല്ലോണം കുട്ടികളൊക്കെ കണ്ടമാനം കിട്ടിയത്. ആൽമണ്ട്, സാൻഡൽ, റെഡ് ഇങ്ങനെയൊക്കെ കിട്ടും. അതിന്റെ പേര് അവിടെ ഇരിക്കുന്ന കിപ്പിയാണ്. അപ്പൊ കെട്ടുന്നത് നല്ല നല്ല കുട്ടികൾ കിട്ടൂല. ഒരു 10 മുകളിൽ കെട്ടിയിട്ടുണ്ട് എനിക്ക്. ഹിപ്പിയുടെ നല്ലോണം കുട്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഫാൻഡയില് ഇത് ബ്ലാക്കിൽ നിന്ന് ഇറങ്ങിയ കുട്ടിയാണ്. ഇത് കുട്ടിയാണെങ്കിൽ ഏതാ? ഇത് ഞാൻ ഇപ്പൊ മേടിച്ചത് സിംഗിളായിട്ട്.
സിംഗിളായിട്ട് നല്ല അടിപൊളി ടൈഗർ ടൈപ്പ്. കളർ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. ബ്ലാക്ക് അതുപോലെ ഒരു ഫീമെയിൽ ഇപ്പോൾ എടുത്തിട്ട് പെയർ പിടിച്ചു. ഒരു ജോഡി ബ്ലാക്ക് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ബ്ലാക്ക് എടുത്താണോ? ഒരു ഫീമെയിലാണ്ട് ഞാൻ ഇപ്പോൾ എടുത്തതാണ്. പെയർ പിടിച്ചു. ബ്ലാക്കിന് ഡിമാൻഡ് ഉണ്ട്, അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടല്ലേ? 3 രൂപ വില കയറി. ഇപ്പോൾ ഉള്ള ഒരു ഇതിന് വില ഉണ്ട്. പ്രാവണൊക്കെ ഇപ്പം നല്ല റേറ്റ്. പക്ഷെ ഞാൻ കൊടുത്തൊക്കെ കഴിഞ്ഞിട്ട് കുറേ കൊടുത്തു. കൊണ്ടുപോകുന്നവർക്ക് നല്ല മെച്ചായി. പിന്നെ ഷോർട്ട് ഫേസ് ആണോ കാരണം? ഉണ്ട്. ഒരു പേരുണ്ട്. ഇത് കുട്ടിയാണ് ഈ ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് ഇപ്പൊ കൊടുക്കാനുള്ള നിർത്താനുള്ളതാണ്. സിംഗിളാണത്. സിംഗിൾ കുട്ടിയിൽ ഇപ്പൊ അടുത്ത് കൊടുത്തു കുറേ ഉണ്ടായിരുന്നു. അതിനിറങ്ങുന്നതൊക്കെ റെഡ് ബാർ ആയിരിക്കും. റെഡ് ബാർ അല്ലേ? റെഡ് ബാർ കിട്ടും. ഇത് പിന്നെ ചൈനീസോ? സാറ്റിന് ഒരു പേരുണ്ട്. സാറ്റിൻ അല്ലേ? സാറ്റി ഒരു പേരുണ്ട്. അതൊക്കെ കൊടുക്കാനുള്ളതാണോ അല്ലെങ്കിൽ? ഒരു സിംഗിൾ ഉണ്ട്. സിംഗിൾ വേണമെങ്കിൽ കൊടുക്കും. സിംഗിൾ കൊടുക്കാനുള്ള ഈ സിംഗിൾ പീസ് അല്ലേ? എത്ര റേറ്റ് വരുന്നത്? അതിനിപ്പോ 600-700 അത്രയുള്ളൂ. കാരണം ചെറിയ കൺഫേം ആണോ? മെയിലാണോ ഫീമെയിൽ? കുട്ടിയാണ്. കല്ലി പൊട്ടാറായി. അങ്ങനെയല്ല, ആ ചെറിയ പൊട്ടലുണ്ട്. അത് കാരണം കൊണ്ട് അതിന് വില പറയും. അത്യാവശ്യമുള്ള മാർക്കിന് മാത്രമേ വില നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ? നമ്മൾ ഫുഡ് എന്തിട്ടേക്ക് കൊടുക്കണം ഇവിടെ? ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 3-4 തരം കൊടുക്കുന്നുണ്ടല്ലോ കുറേ കാലമായിട്ട്. 4 തരം ഫുഡ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്? മിക്സ് ചെയ്ത് മണിച്ചോളം, കമ്പ്, ചോളനുറുക്ക്, ഗോതമ്പ് അല്ലേ? ഇത് മാത്രമേ കുറേ കാലമായിട്ട് കൊടുക്കണം. വേറെ കൊടുത്തിട്ടുണ്ട്. ഫെനീസർ കൊടുത്തിട്ടുണ്ട്. അത് കൊടുക്കുമ്പോൾ ഇതായിട്ട് വരണം. ഹാങ്കറോ കുട്ടികൾക്ക് അട്ടാക്കോ അങ്ങനെയൊക്കെ വരണം. നല്ലതാണ്. പക്ഷെ അത് കുറേശ്ശെ കൊടുക്കണം. അധികം കൊടുക്കുമ്പോഴേ അറ്റാക്ക് പറഞ്ഞു. അങ്ങനെ അറ്റാക്ക് വന്നിട്ട് ഒരെണ്ണം തട്ടിപ്പോയിട്ട് അപ്പോൾ ഒന്ന് കുറച്ച് ഈ മഴക്കാലത്തൊക്കെ ഫംഗസൊക്കെ വരണം. ഇതിപ്പോൾ ഹിപ്പിയുടെ ബ്ലാക്ക് കാണുന്നത് മെയിലാണോ ഫീമെയിലാണോ? മെയിലാണ്. നല്ല ക്വാളിറ്റി ഹെയർ നന്നായിട്ട് പൊന്നിട്ടുണ്ട്. ജാക്കോബി മിക്സ്. മെയിലും ജാക്കോബി ഫീമെയിലും ഇങ്ങനെ കിട്ടിയാണുകൊണ്ട് നല്ല ഹെയർ ഉണ്ട്. അതിന് കുട്ടികൾ ഇപ്പൊ കൊടുക്കാനുണ്ടോ? ഒരെണ്ണല്ല, സിംഗിൾ കെട്ടിട്ടുള്ളൂ. സിംഗിൾ അല്ലേ? വേറെ അപ്പുറത്ത് മാറ്റി വെച്ച് ഇപ്പൊ കൊടുക്കാനുള്ള നേരത്തെ കണ്ട മുഖീനെ നല്ല ഒരു ഇങ്ങനെയൊക്കെയാണ് പാനീസ് നടക്കുന്ന ആൾക്കാർ. ഇതിപ്പോ ഇത് മുഖിയുടെ ചിക്സ് തന്നെയാണല്ലേ? പുറത്തുണ്ട് അതിന്റെ തള്ളയിൽ. അതേപോലെ തന്നെ ബാർ ടൈപ്പ് അല്ലേ? ഇതേതാണ് ചോക്ലേറ്റ് ബാർ എന്ന് പറയുന്നത്. ബ്ലാക്കിന്റെ ചിക്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലേ? വൈറ്റ് ഫെദർ ആണല്ലേ? വൈറ്റ് ഫെദർ ഉണ്ട്. അച്ഛനമ്മയും അതേപോലെ തന്നെ. ഫുഡ് എത്ര കാലത്തും വൈകിട്ടും കൊടുക്കും? ഒരു നേരം കൊടുക്കുമ്പോൾ കറക്റ്റ് വരുന്നുണ്ട്. വൈകിട്ട് ഒരു ഉച്ചയാകുമ്പോൾ കൊടുക്കും. കാലത്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കപ്പ് കൊടുക്കുകയാണെങ്കിൽ വൈകിട്ട് ഒരു കപ്പ് കൊടുക്കേണ്ടി വരും. അങ്ങനെയല്ലേ? അല്ലെങ്കിൽ ഒരു നേരം കൊടുത്താൽ ഒരു 2 മണി 1 മണിയാകുമ്പോൾ ഒന്ന് കൊടുത്താൽ ഓക്കെ ആവും. അപ്പോൾ പിറ്റേ ദിവസം വരെ ഉണ്ട്. അത് നിറച്ച് തിന്നിട്ട് വെള്ളം കുടിച്ചിട്ട് പിന്നെ ഞാൻ കരി മണ്ണ് ഇതൊക്കെ പൊടിച്ചിട്ട് പിന്നെ ഗ്രിഡ് കൊടുക്കുന്നുണ്ട്. അതും കൊടുക്കുന്നുണ്ട്. മുട്ടത്തൊണ്ട് ഈ ചെതൽ മണ്ണുണ്ടല്ലോ, ആ മണ്ണ് എടുത്തിട്ട് മിക്സ്ഡ് ആക്കിയിട്ട് കൊടുക്കും. അത് ഗ്രിഡ് ചേട്ടൻ തന്നെ മിക്സ് ചെയ്യാനുള്ള കരിപ്പൂഴി എല്ലാം ഉണ്ട് അതിൽ. അപ്പോൾ തിന്നും. അത് ഭയങ്കര ഇഷ്ടം. അത് ഇങ്ങനെ കോളനി സിസ്റ്റം നമ്മൾ കേജിൽ വളർത്തുന്നതൊക്കെ അത് ഇട്ട് കൊടുക്കണം. തന്നെ പോയി ആണെങ്കിൽ അവർ അതെല്ലാം തിന്നു വരുന്നത്.
ഇതൊക്കെ നമ്മുടെ സെന്തിലാണ്ട് ഫസ്റ്റത്തെ കോളനി സിസ്റ്റത്തിലെ പ്രാവുകൾ. അപ്പോൾ നമ്മൾ വീഡിയോക്ക് ലെങ്ത്ത് കൂടുന്നവരാണ് 2-3 പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നത്. കാരണം നമുക്ക് വീഡിയോക്ക് ലെങ്ത്ത് കൂടുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2-3 പാർട്ടായിട്ട് നമ്മൾ ഈ ലോഫ്റ്റിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഞാൻ മറ്റുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നേരത്തൊക്കെ ഇങ്ങനെ എടുക്കാറുണ്ട്. ആ ഇവിടെ തന്നെ ഫുള്ള് ഗ്രില്ലിട്ടാലും പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാലും കുഴപ്പമില്ല. ഓക്കെ അപ്പുറത്ത് വേറെ താഴെ ഉണ്ടല്ലേ? ഇവിടെ തന്നെ. ആ